അച്ഛാ അവരെത്തി, വരൂ. അച്ഛാ ഇവരാണ് ഞാൻ പറഞ്ഞ ഫേമസ് ആയിട്ടുള്ള വെഡിങ് ഇവന്റ്സ്. കുത്തുപാള ഇവന്റ്സ് എന്നാണ് ഇവരുടെ പേര്. കുത്തുപാള. ഇൻസ്റ്റയിൽ ഇവരുടെ വെഡിങ് റീൽസ് കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്റെ കല്യാണം ഇവരെ ഏൽപ്പിക്കുള്ളൂ. അത്ര അടിപൊളി അച്ഛാ അവരുടെ. എന്റെ പേര് മോഹൻലാൽ, ഇത് എന്റെ പാർട്ട്ണർ യമൻ നബ്യ. കല്യാണം 18-ന്. അപ്പൊ നമ്മൾ 10 മുതൽ നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. 10-ന് സേവ് ദി ഡേറ്റ്, 11-ന് പ്രീ വെഡിങ് ഷൂട്ടിംഗ്, 12-ന് മെഹന്തി, 13-ന് ഹൽദി, 14-ന് സംഗീത്. അതാരാ? അമ്മേ, അതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാനൊരു കാര്യം പറയാം, അട്ടപ്പാടിയിലുള്ള എന്റെ കുഞ്ഞാങ്ങളെ വിളിക്കാൻ മറക്കരുതിട്ടാ. ഇല്ല അത് വിളിക്കാതെ. 15-ന് പുറം കൊടുക്കൽ, 16 തലേ ദിവസം, 17 തലേ ദിവസം. വിശദമായി ഞങ്ങൾ പറയാം. സേവ് ദി ഡേറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് തൃശ്ശൂർ ശക്തം മീൻ മാർക്കറ്റിലാണ്. ചെക്കനും പെണ്ണും പരീക്കുട്ടിയുടെയും കറുത്തുമ്മയുടെയും കോസ്റ്റ്യൂമിലായി കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മീനും തോളിലിട്ടായിരിക്കും നമ്മുടെ പരീക്കുട്ടി വരുന്നത്. അതായത് നമ്മുടെ കല്യാണ ചെക്കൻ. അതിനായിട്ട് ശക്തം മീൻ മാർക്കറ്റ് നമ്മൾ ഒരു ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട്. പ്രീ വെഡിങ് ഷൂട്ടാണെങ്കിൽ കൊടും കാട്ടിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൊടും കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടന്നു വരുന്ന കല്യാണ പെണ്ണ് പെട്ടെന്ന് ചുറ്റിൽ നിന്നും ഗടാഗടിയന്മാരായ 10 തടിയന്മാർ ചാടി വിടുന്നു. അതേ സമയത്ത് തന്നെ കുതിരപ്പുറത്ത് നമ്മുടെ കല്യാണ ചെക്കൻ വന്ന് ആ 10 വില്ലന്മാരെയും ഇടിച്ചു തെറിപ്പിച്ച് നായികയെ കുതിരപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ പ്രീ വെഡിങ് ഷൂട്ട്. മെഹന്തിക്ക് നമ്മള് നോർത്ത് ഇന്ത്യയിൽ നിന്ന് 50 മോഡൽസിനെയാണ് കൊണ്ടുവരുന്നത്. അവരുടെ ഒപ്പന ഉണ്ടാവും. പെൺകുട്ടിക്ക് മെഹന്തി ഇടാനായിട്ട് ഹൈദരാബാദിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ദക്ഷിണേന്ത്യയിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മെഹന്തി ആർട്ടിസ്റ്റാണ് വരുന്നത്. അടുത്തത് ഹൽദി. പറ്റില്ല, എനിക്ക് രണ്ടും വേറെ വേറെ തന്നെ നടത്തണം. ഞാൻ അതവരോട് വിളിച്ചപ്പോ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഹൽദി ആയാലും ഗിൽദി ആയാലും അട്ടപ്പാടിയിലുള്ള എന്റെ ആങ്ങളെ സാധാരണ ഹൽദിക്ക് മഞ്ഞൾ മുഖത്ത് വയ്ക്കുന്ന രീതി നമ്മൾ അതിൽ നിന്നൊക്കെ മാറി പിടിക്കുകയാണ്. 5000 ലിറ്ററിന്റെ വലിയ ചരക്കില് മഞ്ഞൾ കുഴമ്പാക്കി അതിൽ ചെക്കനും പെണ്ണിനും മുക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഒരു രീതി. അതിനുവേണ്ടി 6 ഏക്കർ മഞ്ഞൾപ്പാടം ഞങ്ങൾ കൊളപ്പുള്ളിയിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. മെഹന്തിക്ക് ചെക്കനും പെണ്ണും ഉൾപ്പെടെ എല്ലാവരുടെ കോസ്റ്റ്യൂമും തത്തമ്മ പച്ചയിരിക്കും. ഹൽദിക്ക് കോളാമ്പി പഞ്ഞ. സംഗീതിന് റിമി ടോമിയുടെയും സ്റ്റീഫൻ ദേവസിയുടെയും സംഗീത രാവ്. ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഫഷണൽ ഡാൻസേഴ്സ് വന്നിട്ടുള്ള സിനിമാറ്റിക് ഡാൻസ്. നേരം വെളുക്കുന്നു വരെയാണ് പരിപാടി. അടുത്ത ദിവസം പുടവ കൊടുക്കൽ. ചെക്കൻ വരുന്നത് ആനപ്പുറത്തായിരിക്കും, പെരുവനത്തിന്റെ പാഞ്ചാരി മേളത്തിന്റെ അകമ്പടിയോടെ. 16-ാം തീയതിയാണ് തലേ ദിവസം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. 18-ാം തീയതി കല്യാണം ആകുമ്പോൾ 17-ാം തീയതി തലേദിവസം വരേണ്ടത്. അവിടെ നിങ്ങൾക്ക് തെറ്റി. ഞങ്ങൾ ഈ പരിപാടി ഏറ്റെടുത്തതിന് ശേഷം തലേ ദിവസം മാറ്റി. തലേ ദിവസം തലേന്റെ തലേന്നാക്കി. അതായത് 16-ാം തീയതി അന്ന് DJ പാർട്ടി, 17-ാം തീയതി ഫുള്ള് റെസ്റ്റ്. കല്യാണ ദിവസം പെണ്ണ് വരുന്നത് കുതിരവണ്ടിയിലായിരിക്കും, 2 റോൾസ് റോയ്സിന്റെ അകമ്പടിയോടുകൂടി. എനിക്ക് കുതിരവണ്ടി വേണ്ട, എനിക്ക് പല്ലക്ക് മതി. കല്യാണത്തിന് പെണ്ണും ചെക്കനും ഉച്ചഭക്ഷണം കഴിക്കുന്നത് 150 അടി ഉയരമുള്ള ക്രെയിന്റെ തുമ്പത്തൊരു ഗ്ലാസ് ബോക്സ് ഫിറ്റ് ചെയ്ത് അതിന്റെ ഉള്ളിൽ നിന്നിട്ടായിരിക്കും ഭക്ഷണം കഴിക്കുക. അപ്പൊ വല്ല അപകടം പറ്റുമോ? ഏയ്, അത് ഞങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് 3 യൂണിറ്റ് ഫയർഫോഴ്സിനെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫുഡ് എല്ലാ ദിവസവും നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ. ഇത് ഏത് വേണമെന്നും എത്ര പേർക്ക് വേണമെന്നും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് 3 ആയിക്കോട്ടെ അല്ലേ അച്ഛാ? ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ഫുഡ് ആയിക്കോട്ടെ. എത്ര പേരുണ്ടാവും? 300 പേരൊക്കെ ആയിക്കോട്ടെ അല്ലേ? തീർച്ചയായിട്ടും. ആരൊക്കെ വിളിച്ചാലും അട്ടപ്പാടിയിലുള്ള എന്റെ ആങ്ങളെ വിളിക്കാം, അത് വിളിക്കാം. അപ്പൊ എല്ലാം ഓക്കെ ഇല്ലേ? ഇനി നമ്മുടെ ബഡ്ജറ്റ് ടോട്ടൽ നമുക്ക് വരുന്നത് 2,05,00,000 രൂപയാണ്, പ്ലസ് GST. ആ, ഇതിൽ ഓർണമെന്റ്സും ഡ്രസ്സും പെടില്ല ചേട്ടാ. എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്? അയ്യോ, ഡിസ്കൗണ്ട് ഞങ്ങൾക്കില്ല. ഞങ്ങളത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഡ്വാൻസ് 35%, പിന്നെ ഓരോ ദിവസത്തെ പ്രോഗ്രാം അനുസരിച്ച് ഞങ്ങൾ വാങ്ങിച്ചോളാം. 35% എന്ന് പറയുമ്പോഴേ 75 ലക്ഷം അഡ്വാൻസ്. അപ്പോൾ ചെക്കാണോ ക്യാഷാണോ? എന്തായാലും കുഴപ്പമില്ല നമുക്ക്. മോളെ ഞാൻ സെറ്റിൽ ചെയ്തോ? സെറ്റിൽ ചെയ്തോ? ഞാനാ? പിന്നെ ആരാ? അച്ഛൻ കൊടുക്ക്. ഞാൻ എന്തിനാ കൊടുക്കണേ? എന്റെ കല്യാണം അച്ഛനല്ലാണ്ട് പിന്നെ നാട്ടുകാരാണോ നടത്താ? എൻ്റെ മോളുടെ കല്യാണം ഞാൻ അന്തസ്സായിട്ട് തന്നെ നടത്തും. പക്ഷെ ഈ ജാതി കോപ്രായങ്ങൾക്ക് ചിലവാക്കാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ലേ മോളെ.
കോപ്രായങ്ങളാ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ട്രെൻഡാ? എന്ത് ട്രെൻഡ് പണി നടത്തിക്കോ, നിന്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ. ഒരു സാധാരണ കല്യാണം നടത്താനുള്ള കാശൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് ഈ വക പേക്കുത്തുകൾക്ക് ചിലവുള്ള കാശ് ഞങ്ങളുടെ കയ്യിലില്ല. തികയാത്ത പൈസ ഈ വീടുമ്പോ ലോൺ എടുക്കണം, അല്ലെ വീട് വിൽക്കണം. എൻ്റെ മോളെ, അങ്ങനെ കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കടം വാങ്ങി മക്കളുടെ താളത്തിനനുസരിച്ച് കല്യാണം നടത്തി പെരുവയിലായിട്ടുള്ള ഒരുപാട് അച്ഛനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ആവാൻ ഞങ്ങൾക്ക് ഏതായാലും ഉദ്ദേശമില്ലേ. അപ്പോ കുത്തുപാളക്കാരങ്ങടെ ഇറങ്ങല്ലേ. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തലരില്ല. എന്തിനും ഏതിനും ഞങ്ങളെ സമീപിക്കാം. കുത്തുപാള ഇവന്റ്സ്.